ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് 4 EVSൻ്റെ ചാപ്റ്റർ 12 ചേഞ്ചിങ് ടൈംസ് എന്ന ലെസണാണ്. ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ കാലങ്ങളിലും ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, എസ്പെഷ്യലി വീടുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. We can start our lesson. My name is Chetan Das. എൻ്റെ പേര് ചേതൻ ദാസ് എന്നാണ്. Many years ago, I used to teach children like you. ഞാൻ ഒത്തിരി വർഷം മുമ്പ് മുതലേ ഞാൻ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുകയാണ്. These days, I spend my time by writing about the days when I was young. ഇപ്പോഴത്തെ സമയത്ത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് എഴുതാനാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഐ വുഡ് ലവ് ടു ഷെയർ സം ഓഫ് ദീസ് വിത്ത് യു. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. എ ബിഗ് മൂവ്. ഐ റിമെമ്പർ ദ ടൈം വെൻ ഐ വാസ് 9 years old. ഞാനിപ്പോൾ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു കാര്യമാണ് ഓർക്കുന്നത്. റിമെമ്പർ, ഓർക്കുക. ഇറ്റ് മസ്റ്റ് ബി ഹൗ ബീൻ ഓവർ 60 years ago. ഏകദേശം 60 വർഷം മുമ്പത്തെ കഥയാണ്. സോ 60 വർഷം മുമ്പാണ് എനിക്ക് 9 വയസ്സുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സ് കാണും? എബൌട്ട് 70, അല്ലേ? 70 വയസ്സിനോടടുത്ത് കാണും. ദാറ്റ് വാസ് വെൻ വി ലിവ്ഡ് ഇൻ ദേരാഗാസിക്കാൻ. ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ദേരാഗാസിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് 9 വയസ്സുള്ളപ്പോൾ. ടുഡേ ദിസ് പ്ലേസ് ഈസ് ഇൻ പാകിസ്ഥാൻ. ഇന്നത് പാകിസ്ഥാനിലാണ്. അറ്റ് ദാറ്റ് ടൈം there were a lot of problems all around us. ആ സമയത്ത് ഞങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹാപ്പനിങ്. എനിക്കാണെങ്കിൽ പലതും മനസ്സിലാകുന്നില്ലായിരുന്നു എന്താണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, 9 വയസ്സുള്ള ഒരു കുഞ്ഞ് വളരെ ചെറിയ ഒരു കുട്ടിയാണ്. അതിന് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാകണം എന്നില്ല, അല്ലേ? ചെറിയ കുട്ടിയായതുകൊണ്ട്. വൺ ഡേ ബാബാൽ ടോൾഡ് us that we had to leave our village and move to another place. ഒരു ദിവസം ബാബ മീൻസ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ പറഞ്ഞു, നമ്മൾ ഈ വില്ലേജ്, ഈ ഗ്രാമം ഉപേക്ഷിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു എന്ന്. ഐ വാസ് സാഡ് ടു ലീവ് മൈ ഹൗസ് ആൻഡ് മൈ വില്ലേജ്. എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. എന്തിന്? ഈ വില്ലേജും എൻ്റെ വീടും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നതിന്. ദാറ്റ് വാസ് വെയർ ഐ ഹാഡ് ഓൾ മൈ ഫ്രണ്ട്സ്. ആ വില്ലേജിലായിരുന്നു എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നത്. All of us, Baba, Amma, my younger brothers and sisters, and I took a train to come here near Delhi. നോക്കി, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. പപ്പ ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു, എൻ്റെ യങ്ങർ ബ്രദേഴ്സ്, എൻ്റെ ഇളയ സഹോദരന്മാർ, സിസ്റ്റർ, പെങ്ങളും എല്ലാം കൂടെ ഞങ്ങൾ ഡൽഹിയിൽ ഒരു ട്രെയിനിൽ എത്തി. ലൈക്ക് അസ് മെനി പീപ്പിൾ ഫ്രം അവർ ഏരിയ ഓൾസോ മൂവ്ഡ്. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ വില്ലേജിലുണ്ടായിരുന്ന കുറേ ആൾക്കാരിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. പീപ്പിൾ വെർ സേയിങ് ദാറ്റ് അവർ കൺട്രി വാസ് ബീങ് ഡിവൈഡഡ് ഇൻറ്റു 2, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യ അതായത് നമ്മുടെ രാജ്യം രണ്ടായിട്ട് മാറുകയാണ്. എന്തൊക്കെയാണ്? ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങളായിട്ട് മാറുകയാണ്. മെനി പീപ്പിൾ ഫ്രം ഇന്ത്യ വെൻ ടു പാകിസ്ഥാൻ ജസ്റ്റ് ലൈക്ക് വി മൂവ് ടു ഇന്ത്യ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്തു? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു, അതുപോലെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പോയി. ഫോർ സം ടൈംസ് വി ഓൾ സ്റ്റേഡ് ഇൻ എ ക്യാമ്പ്. ഞങ്ങൾ പലപ്പോഴും ഒരു ക്യാമ്പിലായിരുന്നു താമസിച്ചത്. വി ലിവ്ഡ് ഇൻ എ ബിഗ് ടെൻറ്റ് ദാറ്റ് വെയർ പുട്ട് അപ്പ് ഇൻ എ ഹ്യൂജ് ഗ്രൗണ്ട്. വലിയ വിശാലമായ മൈതാനത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ടെൻറ്റുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. നോക്കിയേ, ഇതുപോലെയായിരുന്നു അന്ന്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 1947 ഇന്ത്യയുടെ പാർട്ടീഷനാണ്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം, 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ 1947 തന്നെയാണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പാർട്ടീഷനാണെന്ന് പറയാം. ഇന്ത്യയിലുണ്ടായിരുന്ന കുറേ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലുള്ള കുറേ ഹിന്ദുസ് ഇന്ത്യയിലേക്കും വന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് 2ആയിട്ട് മാറ്റിയപ്പോൾ അന്ന് പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ട്രെയിൻ നിറച്ച് നോക്കിയാൽ കുത്തിത്തിരികി ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ. ഇനിയും നമ്മൾ പറയുന്നത് ഈ 1947 മുന്നേ
ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെടുന്നത്. അതായത് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു പറയുന്നത്. ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇവിടെ നോക്കി ഈ ഗ്രീൻ കളറിൽ 2 പോർഷൻസ് ഉണ്ട്. ഈ ഭാഗം നമ്മൾ വെസ്റ്റ് പാകിസ്ഥാൻ എന്നും ഈ ഭാഗം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇന്ത്യയും ഇവിടെ പാർട്ടീഷൻ ഉണ്ടായപ്പോൾ ഈ വെസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും ഈ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് മാറി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നായിരുന്നു നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഡിവൈഡ് ആയപ്പോൾ എന്തായി? ഈ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നും ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നും ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നും അറിയപ്പെട്ടു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇവരെ എങ്ങനെയാണ് വന്ന് താമസിച്ചിരുന്നത്? ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ വലിയ ഗ്രൗണ്ടിലെ ക്യാമ്പുകളിൽ താമസിച്ചിരുന്നത്. സത്യത്തിൽ പാർട്ടീഷൻ നടന്നപ്പോൾ റെഫ്യൂജീസ്, അതായത് അഭയാർത്ഥികൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പിക്ചർ നിങ്ങൾ ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ട ഒരു പിക്ചറാണ്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അഫ്ഗാനിസ്ഥാനിൽ കാബൂൾ വിമാനത്താവളത്തിൽ ആൾക്കാരുടെ തിക്കും തിരക്കുമാണ് നിങ്ങൾ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റെഫ്യൂജീസ്, താലിബാൻ ഭീകരത അവർക്ക് ജീവിക്കാൻ പറ്റാതെ വന്ന ആൾക്കാരെല്ലാം കൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാബൂൾ വിമാനത്താവളത്തിൽ വന്നിട്ട് നമ്മൾ അത് പത്രത്തിലൊക്കെ വായിച്ചതാണ്. വളരെ കഷ്ടപ്പെട്ട് അവർ മറ്റ് സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയാണ്. നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയും, അഭയാർത്ഥികൾ. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മ്യാൻമാറിൽ റോഹിംഗ്യാസിൻ്റെ കണ്ടതാണ്. റോഹിംഗ്യാസും ഇതുപോലെ അഭയാർത്ഥി പ്രവാഹമായിരുന്നു. പലപ്പോഴും വളരെയധികം വിഷമത്തോടെ നമ്മൾ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മുടേതെന്ന് പറയുന്ന എല്ലാം സ്വന്തമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ റെഫ്യൂജീസ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇങ്ങനെ വലിയ ക്യാമ്പുകളിലൊക്കെ ചെന്ന് അവരുടെ ജീവിതം വളരെ ദുരിതമായിട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ്, ന്യൂ ഹോം. ഇനി നമ്മുടെ ചേതൻദാസ് പുതിയൊരു വീട്ടിലേക്ക് മാറുകയാണേ. One day Baba told us that we had been given some land in Sohna village. Sohna village is in Rajasthan. രാജസ്ഥാനിലെ സോന വില്ലേജിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ദിവസം എൻ്റെ ഫാദർ പറഞ്ഞു. He said that we could build one house there. ഞങ്ങൾ അവിടെ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. I was very happy. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ബാബ അമ്മ വർക്ക്ഡ് ഹാർഡ് ടു മേക്ക് ദ ഹൗസ്. അമ്മയും അപ്പയും കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടൊരു വീട് വെക്കാൻ തുടങ്ങി. വി ചിൽഡ്രൻ ഓൾസോ ഹെൽപ്പ്. ഞങ്ങൾ കുട്ടികളും അവരെ സഹായിച്ചു. ബാബ ഡഗ് ദ സോയിൽ. അച്ഛൻ മണ്ണൊക്കെ കുഴിച്ചെടുത്ത്. ആൻഡ് വി ക്വിക്ലി ഫിൽ ദ പാൻസ് ആൻഡ് പാസ്ഡ് ദം ഓൺ അമ്മ. ഞങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന മണ്ണെല്ലാം ഒരു പാൻ പോലെ, പാൻ മീൻസ് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് പാത്രമുണ്ട് മണ്ണെടുക്കുന്നത്, ആ പാത്രത്തിലാക്കി അമ്മയുടെ അടുത്ത് എത്തിച്ചു. ഗുഡിയ ആൻഡ് അമ്മ മിക്സ്ഡ് ഹസ്ക് ഇൻ ഇറ്റ്. ഗുഡിയ മീഡ് സിസ്റ്ററും അമ്മയും കൂടെ അതിനകത്ത് ഹസ്ക് എന്ന് പറഞ്ഞാൽ ചകിരി അതിനകത്തിൽ നിറച്ചു. ബാബ പുട്ട് അപ്പ് ദ വോൾസ്. കണ്ടോ, ബാബ എന്ത് ചെയ്യുന്നു? ഭിത്തിയൊക്കെ കെട്ടിത്തുടങ്ങി. വി ബോട്ട് കൗഡങ് ഫ്രം നിയർ ബൈ ഹൗസസ്. തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നും കൗഡങ് എന്ന് പറഞ്ഞാൽ ചാണകം കൊണ്ടുവന്നു. അമ്മ മിക്സ്ഡ് ഇറ്റ് വിത്ത് ദ മഡ്. ഈ ചാണകം മണ്ണുമായിട്ട് അമ്മ മിക്സ് ചെയ്തു, മണ്ണുമായിട്ട് മിക്സ് ചെയ്തു. ഷീ കോട്ടഡ് ദ ഫ്ലോർ വിത്ത് ദിസ് മിക്സർ. അമ്മ ഈ മിക്സർ കൊണ്ടാണ് കോട്ട് ചെയ്തത്. അത് ഏത് മിക്സർ കൊണ്ട്? ഈ മഡും ചാണകവും കൂടെ ചേർന്ന മിക്സർ കൊണ്ടാണ് അമ്മ ഫ്ലോറിങ് ശരിയാക്കിയത്. ജസ്റ്റ് ലൈക്ക് ഷീ യൂസ് ടു ഡു ഇൻ അവർ ഓൾഡ് ഹൗസ്. ഞങ്ങൾ ധേരാഘാസിക്കാനുള്ള ഉണ്ടായിരുന്നപ്പോഴും അമ്മ ഫ്ലോറിങ് ചെയ്തിരുന്ന, തറ വൃത്തിയാക്കിയിരുന്ന ഇങ്ങനെയായിരുന്നു. അമ്മ യൂസ് ടു സേ ദാറ്റ് ദീസ് വുഡ് കീപ് ദ ഇൻസെക്ട്സ് അവേ. അമ്മ എന്താണ് പറയുന്നത്? ഇങ്ങനെ ചെയ്താൽ, അതായത് കൗഡങ്ങും മഡും കൂടെ ചേർത്ത് തറയിൽ പൂശിയാൽ ഇൻസെക്ട്സ്, ചെറുപ്രാണികളൊന്നും വരത്തില്ലെന്നാണ് അമ്മ പറയുന്നത്. ദെൻ ഇറ്റ് വാസ് ദ ടേൺ ഓഫ് ദ റൂഫ് ടു ബി മെയ്ഡ്. പിന്നെന്താണ്? വീടിന് റൂഫ് ഉണ്ടാക്കി. ബാബ മെയ്ഡ് എ ഫ്രെയിം ബൈ ജോയിനിങ് സ്ട്രൈപ്സ് ഓഫ് വുഡ് ആൻഡ് ഫിക്സ്ഡ് ഇറ്റ് ഇൻ ദ ഫോർ വാൾസ്. വി പുട്ട് ബ്രാഞ്ചസ് ഓഫ് നീം ആൻഡ് കീക്കർ ട്രീസ് ഓൺ ദ ഫ്രെയിം. ബാബ എന്ത് ചെയ്തു? ഒരു വുഡ് കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി. അതായത് ഇതിന് റൂഫിങ് വേണമല്ലോ മുകളിൽ.
അതിനെ ഫ്രെയിം ഉണ്ടാക്കി 4 ചുവരുകളിലേക്ക് ഉറപ്പിച്ചു. ആൻഡ് വി പുട്ട് ബ്രാഞ്ചസ് ഓഫ് നീം, അത് വേപ്പിൻ്റെയും കീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മുള്ളുള്ള ചെടിയാണ്. ആ ചെടിയുടെ കമ്പ് കൊണ്ടാണ് ഫ്രെയിം ഉണ്ടാക്കിയിരുന്നത്, ചട്ടക്കൂട് ഉണ്ടാക്കിയിരുന്നത്. സോ ദ ടെർമൈറ്റ്സ് വുഡ് നോട്ട് ഹാം ദ വുഡ്. അതിനാണ് ഈ മരങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചത്? ടെർമൈറ്റ്സ്, ചിതലുകൾ അവരുടെ വീട്ടിൽ കയറി വുഡ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അമ്മ പുട്ട് ഓൾഡ് ഗണ്ണി ബാഗ്സ് മീൻസ് സാക്സ്, ചാക്കുകളില്ലേ, ചാക്കുകൾ. അമ്മ പഴയ ചാക്കുകളെല്ലാം എന്ത് ചെയ്തു? ദീസ് ആൻഡ് കവേർഡ് ദം വിത്ത് മഡ്, ഇതിന് മുകളിൽ വെച്ച് മണ്ണ് കൊണ്ട് കവർ ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ഹൗസസ് അറൗണ്ട് അവർ ഹൗസ് വെയർ മെയ്ഡ് ലൈക്ക് ദിസ് അവേഴ്സ്. ഇതുപോലെ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ വീടുകളും ഉണ്ടാക്കിയിരുന്നത്. എ ഫ്യൂ വെയർ ഡിഫറെൻറ്റ്, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ബട്ട് ഐ ലൈക്ക് മൈ ഹൗസ് ദ ബെസ്റ്റ്. എൻ്റെ വീടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെന്താ കാരണം? നമുക്കെല്ലാം അങ്ങനെ, നമ്മുടെ വീടുകളാണ് ഏറ്റവും ഇഷ്ടം. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് അവർ ഓൾഡ് ഹൗസ്. ഇത് ഇഷ്ടപ്പെടാൻ എനിക്ക് വേറൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഈ വീട് പോലെ തന്നെയായിരുന്നു എൻ്റെ പഴയ വീട്. എവിടുത്തെ വീട്? ധേരാഗ് ഹാസിക്കാൻ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്. നോക്കി, ഈ വീടിന് റൂഫിങ് ഉണ്ടാക്കി ഇങ്ങനെയാണ് കണ്ടോ. ഈ കീക്കർ ട്രീയും നീം ട്രീയും ഇങ്ങനെ വെച്ചിട്ട്, ഇത് ഫിത്തിയാണ്, റൂഫിങ്ങിൻ്റെ അവിടുത്തെ ഫിത്തിയാണ്. ഫിത്തിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതിന് മുകളിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഗണ്ണി ബാഗ്സ്, ചാക്കുകളും മഡും ഒക്കെ വെച്ച് വൃത്തിയാക്കി എടുക്കും. ഫ്ലോറിങ് ചെയ്യുന്നതുണ്ടോ? അതായത് കൗടങ്ങും മഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. ടോക്ക് ടു എനി വൺ ഓഫ് യുവർ ഗ്രാൻഡ് പാരൻസ് ഓർ എനി അതർ എൽഡർഡ് പേഴ്സൺ. ഫൈൻഡ് ഔട്ട് വെൻ ഷീ ഓർ ഹി വാസ് 8-9 years old. നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് പാരൻസിനോടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോടോ ചോദിക്കുക, നിങ്ങൾ 8-9 വയസ്സുള്ളപ്പോൾ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? വേർ ഡിഡ് ഷീ ഓർ ഹി ലിവ്? നെയിം ദാറ്റ് പ്ലേസ്. നിങ്ങൾക്ക് അവിടെ എഴുതാം. ഷീ ലിവ്ഡ് ഇൻ. ഗ്രാൻഡ് പാരൻസിനോട് ചോദിച്ചിട്ട് അവിടെ എഴുതാം ഏത് പ്ലേസ് ആണല്ലോ അവർ താമസിച്ചിരുന്നത് കേട്ടോ. ഫ്രം വാട്ട് മെറ്റീരിയൽസ് വാസ് ഹെർ ഓർ ഹിസ് ഹൗസ് മെയ്ഡ്. അവരുടെ വീട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? വുഡ്, മഡ്, പാം ലീവ്സ്, ഇതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ കൂടുതലും പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഡ് ദേ ഹാവ് ടോയ്ലറ്റ് ഇൻ ദെയർ ഹൗസ്? ഇഫ് നോ, വെയർ വാസ് ഇറ്റ്? ഇനിയും അവരുടെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നോ? ഏതായാലും ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ആവശ്യമാണല്ലോ ടോയ്ലറ്റ്. ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരെവിടെ ആയിരുന്നു ഈ ആവശ്യത്തിന് പോയിക്കൊണ്ടിരുന്നോ? ദേ യൂസ്ഡ് ഓപ്പൺ ഫീൽഡ് ആസ് ദെയർ ടോയ്ലറ്റ്. അവർ കൂടുതലും ഓപ്പൺ സ്പേസിലായിരുന്നു പോകുന്നത്, ഫീൽഡിലൊക്കെ ആയിരുന്നു ഇനി ടോയ്ലറ്റ് ആവശ്യത്തിനായിട്ട് പോകുന്നത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹൗസ് വാസ് ഫുഡ് കുക്ക്ഡ്? അവരുടെ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്തിരുന്ന എവിടെയായിരുന്നു? നിയർ ദ കോർട്ട്യാർഡ്. മിക്കവാറും മുറ്റത്തോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും ഫുഡ് കുക്ക് ചെയ്യുന്നത്. ദേ ഹാഡ് എ ചുൽഹ. ചുൽഹ മീൻസ് അടുപ്പ്, മണ്ണുകൊണ്ടുള്ള അടുപ്പിനാണ് ചുൽഹ എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും അവരുടെ വീട്ടിൽ ഒരു ചുൽഹ അല്ലെങ്കിൽ അടുപ്പ് മുറ്റത്തിനോട് ചേർന്ന് ഉണ്ടാവും. ലോട്ട് ഓഫ് മഡ് വാസ് യൂസ്ഡ് വെൻ ചേതൻദാസ് ഹൗസ് വാസ് മെയ്ഡ്. വൈ? ചേതൻദാസിൻ്റെ വീട് ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി മഡ് ചെളി ഉപയോഗിച്ചിരുന്നു. എന്താ കാര്യം? എ തിക്ക് ലെയർ ഓഫ് മഡ് പ്രൊട്ടക്ട് ദ ഹൗസ് ഫ്രം കോൾഡ് ആൻഡ് ഹീറ്റ്. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും നമുക്ക് വീടിനെ രക്ഷിക്കാൻ ഈ മഡ് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് മഡ് യൂസ് ചെയ്യുന്നത്. എ ചേഞ്ചിങ് ഹൗസ്. ഇനി ഈ വീട് മാറുന്നതാണ്. ടൈം പാസ്ഡ് ക്വിക്ക്ലി. വർഷങ്ങൾ കടന്നുപോയി. ഐ ഫിനിഷ് മൈ സ്റ്റഡീസ് ആൻഡ് ഗോട്ട് എ ജോബ്. എനിക്കൊരു ജോലി കിട്ടി. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി. അമ്മ ബാബ വാണ്ടഡ് മീ ടു ഗെറ്റ് മാരിഡ്. അമ്മയും അപ്പയും എന്ത് പറഞ്ഞു? ഞാൻ വിവാഹം കഴിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു തുടങ്ങി. ഐ തോട്ട് ദാറ്റ് ബിഫോർ ഐ ഗുഡ് മാരിഡ് വി വുഡ് റിപ്പയർ അവർ ഹൗസ് ആൻഡ് ബിൽഡ് 1 more room. ഞാൻ എന്താ ചിന്തിച്ചത്? വിവാഹം കഴിക്കുന്നതിന് മുന്നേ വീട്ടിൽ ഒരു റൂം കൂടെ ഇറക്കണം, റിപ്പയർ ചെയ്ത് ഇതൊന്ന് വൃത്തിയാക്കി എടുത്ത് നല്ലതാക്കി എടുത്ത് ഒരു റൂം കൂടെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് പീപ്പിൾ ഇൻ സിറ്റീസ് വെർ യൂസിങ് സിമെൻറ്റ്. ആ സമയത്ത് സിറ്റികളിലൊക്കെ സിമെൻറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ദേ സെഡ് ദാറ്റ് ദിസ് മെയ്ഡ് ദ ഹൗസ് സ്ട്രോങ്ങർ. എന്തുകൊണ്ടാണ് ഈ സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീട് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും, നല്ല ബലമുള്ളതായിരിക്കും സിമെൻറ്റ് യൂസ് ചെയ്താൽ. വി ഓൾസോ തോട്ട് വി വുഡ് യൂസ് സിമെൻറ്റ്. ഞങ്ങളും അപ്പോൾ എന്ത് വിചാരിച്ചു? സിമെൻറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വി യൂസ്ഡ് അയൺ മീൻസ് കമ്പി ആൻഡ് സിമെൻറ്റ് ഫോർ മേക്കിംഗ് ദ റൂഫ് ഓഫ് ദ ന്യൂ റൂം.
ഞങ്ങൾ പുതിയ റൂമിൻ്റെ റൂഫ് മേൽക്കൂര ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റും കമ്പിയും ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്തത്. ദാറ്റ് മീൻസ് കോൺക്രീറ്റ് ചെയ്തതാണ്. ഇൻ ദോസ് ഡേയ്സ് അൺബേക്ക്ഡ് ബ്രിക്സ് വെയർ ഓൾസോ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ആ സമയത്ത് അൺബേക്ക്ഡ് ബ്രിക്സ്, ചുടുകട്ടയല്ലാത്ത കട്ടകൾ മാർക്കറ്റിൽ കിട്ടുമായിരുന്നു. ചുൽഹ എന്തുവാണെന്ന് നമ്മൾ ഒന്ന് നോക്കാം കേട്ടോ. ഇതുപോലത്തെ അടുപ്പിനാണ് നമ്മൾ ചുൽഹ എന്ന് പറയുന്നത്. കഴിഞ്ഞ പേജ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. വി മെയ്ഡ് ദ വോൾസ് വിത്ത് ദം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ന് വിചാരിച്ചു, ഈ അൺബേക്ക്ഡ് ബ്രിക്സ് കൊണ്ട് എന്തുണ്ടാക്കാമെന്ന്? വോൾസ് ഉണ്ടാക്കണ്ടോ. ഇതാണ് അൺബേക്ക്ഡ് ബ്രിക്സ്. ദ യൂസ് ഓഫ് ബ്രിക്സ് വെയർ യൂസ്ഫുൾ. വി ഡിഡ് നോട്ട് നീഡ് ടു കോട്ട് ദ വോൾ എവറി വീക്ക്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഈ മഡും കൗടങ്ങും കൊണ്ട് ഇങ്ങനെ വോള് കോട്ട് ചെയ്യുമായിരുന്നു. വോളിൻ്റെ മുകളിൽ ഇങ്ങനെ പൂശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ കട്ട വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. വൺസ് എ ഇയർ വി വുഡ് വൈറ്റ് വാഷ് ദ വോൾസ്. പിന്നെ എന്ത് ചെയ്താൽ മതി? വർഷത്തിൽ ഒരിക്കൽ വൈറ്റ് വാഷ് ചെയ്താൽ മതി. വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ വെള്ള പൂശിയാൽ മതി. വി ഓൾസോ ബിൽറ്റ് എ സ്മോൾ കിച്ചൺ ഇൻ ദ കോട്ടേജ്. ഞങ്ങൾ മുറ്റത്ത് ഒരു ചെറിയ കിച്ചണും ഉണ്ടാക്കി. ദ കിച്ചൺ ഹാഡ് എ മഡ് ചുൽഹ. ഞങ്ങളുടെ കിച്ചണിൽ എന്തുണ്ടായിരുന്നു? ഒരു മഡ് ചുൽഹ, മഡ് കൊണ്ടുണ്ടാക്കി അടുപ്പുണ്ടായിരുന്നു. ആൻഡ് പ്ലേസ് ടു കീപ് ദ വെസൽസ്. അതുപോലെ എന്തുണ്ടായിരുന്നു? അവർക്ക് സാധനങ്ങൾക്കൊക്കെ പറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫും ഉണ്ടായിരുന്നു. കണ്ടോ, ഒരു ഷെൽഫും അവിടെ ഉണ്ടാക്കിയിരുന്നു. ദെൻ ഐ ഗുഡ് മാരീഡ്. അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചു. ആൻഡ് മൈ വൈഫ് സുമൻ കെയിം ടു അവർ ന്യൂ ഹൗസ്. ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എൻ്റെ വൈഫ് സുമൻ വന്നു. ടു കുക്ക്, സുമൻ യൂസ് ടു സിറ്റ് ഓൺ ദ ഫ്ലോർ ഓൺ ദ കിച്ചൺ. കുക്ക് ചെയ്യാൻ വേണ്ടി, പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് സുമൻ എന്താണ്, കിച്ചൻ്റെ തറയിൽ ഇരുന്നാണ് കുക്ക് ചെയ്യുന്നത്. വി ഓൾ യൂസ് ടു സിറ്റ് ഓൺ ദ മാറ്റ് ഓൺ ദ കിച്ചൺ ആൻഡ് ഈറ്റ് ടുഗദർ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു മാറ്റ് ഇട്ടിട്ട്, ഒരു വിരി ഇട്ടിട്ട് അതിന് മുകളിലിരുന്നാണ് എന്ത് ചെയ്യുന്നത്? ആഹാരം കഴിക്കുന്നത്. ഇറ്റ് വാസ് എ ഹാപ്പി ടൈം. അത് വളരെ സന്തോഷമുള്ളൊരു കാലമായിരുന്നു. പീപ്പിൾ യൂസ് ടു ഗോ ഔട്ട് ദ ഫീൽഡ് ഫോർ ദെയർ ടോയ്ലറ്റ് ഇൻ ദോസ് ഡേയ്സ്. പക്ഷെ അന്നും ടോയ്ലറ്റ് ഇല്ല. എന്താ ചെയ്തേ? ആൾക്കാർ പറമ്പിലായിരുന്നു ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നത്. സം ഓഫ് ദ ഹൗസസ് ഹാഡ് സെപ്പറേറ്റ് പ്ലേസ് ഫോർ ദീസ്. സോ അന്നത്തെ കാലത്ത് എന്താ ചെയ്തിരുന്നത്? ചില വീടുകൾക്കൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു ടോയ്ലറ്റ് ഇപ്പാൻ. സോ വി മെയ്ഡ് എ സ്മോൾ ടോയ്ലറ്റ് വിത്ത് അൺബേക്ക്ഡ് ബ്രിക്സ് ബിഹൈൻഡ് ദ ഹൗസ്. ഞങ്ങളും അതുകൊണ്ട് ഒരു ചെറിയ ടോയ്ലറ്റ് ഞങ്ങളുടെ വീടിന് പുറകിലായിട്ട് ഉണ്ടാക്കി. ബൈ ദെൻ എവരി വൺ വാസ് യൂസിങ് ബേക്ക്ഡ് ബ്രിക്സ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചുടുകട്ടകൾ, അതായത് ഇഷ്ടികക്കട്ടകളില്ലേ, അതെല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി. വി ഓൾസോ യൂസ്ഡ് ദം ഫോർ ദ വോൾസ് ആൻഡ് പുട്ട് ദി ലിൻറ്റൽ ഫോർ ദ റൂഫ്. ഞങ്ങളും അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ലിൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനാണ് ലിൻറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീടിനൊക്കെ ഇച്ചിരി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ ലിൻറ്റൽ എന്ന് പറയുന്നത്. റൂഫിങ്ങിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത്. വി യൂസ്ഡ് മാർബിൾ ചിപ്സ് ആൻഡ് സിമെൻറ്റ് ഫോർ സ്ട്രോങ് ആൻഡ് ഫാൻസി ഫ്ലോർ. നല്ല ഫ്ലോറിന് വേണ്ടിയിട്ട്, കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലോർ തറയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഇതുപോലത്തെ മാർബിൾ ചിപ്സ് ഉപയോഗിച്ച്. ഇൻ ദ ടോയ്ലറ്റ് വി പുട്ട് പൈപ്സ് ടു ടേക്ക് അവേ ദ വേസ്റ്റ്. ദ കിച്ചൺ വാസ് മെയ്ഡ് ബിഗർ. അതുപോലെ ടോയ്ലറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതുപോലെ പൈപ്പുകൾ ഉണ്ടായിരുന്നു. എന്തിനാണ്? വേസ്റ്റൊക്കെ പുറത്തേക്ക് കളയാൻ അല്ലേ. അങ്ങനെ കിച്ചണും വലുതാക്കി. നൗ രാജുസ് വൈഫ് ഡസ് നോട്ട് യൂസ് എ ക്ലേ ചുൽഹ. ഇന്ന് രാജുവിൻ്റെ വൈഫ് ക്ലേ ചുൽഹ ഉപയോഗിക്കുന്നില്ല. രാജു ആരാന്നറിയാമോ? ചേതൻദാസിൻ്റെ മകനാണ്. ഷീ സ്റ്റാൻഡ്സ് വൈൽ കുക്കിംഗ് ഓൺ ദ ഗ്യാസ് സ്റ്റൗ. രാജുവിൻ്റെ വൈഫ് കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് നിന്നാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ കുക്ക് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ. സീയിങ് ന്യൂ തിങ്സ്. ഇനി പുതിയ കാര്യങ്ങൾ കാണുകയാണ് കേട്ടോ. മൈ യങ്ങർ സൺ മോണ്ടു മൂവ് ടു ഡൽഹി വെൻ ഹി ഗോട്ട് എ ജോബ് ദെയർ. എൻ്റെ ഇളയ മകൻ മോണ്ടു എന്ത് ചെയ്തെന്നറിയാമോ? ജോലി കിട്ടിയപ്പോൾ ഡൽഹിയിലേക്ക് പോയി. നൗ ഹി സ്റ്റേഡ് ദെയർ വിത്ത് ഹിസ് ഫാമിലി. അവിടെ അദ്ദേഹം ഫാമിലിയായി താമസിക്കുകയാണ്. സുമൻ ആൻഡ് ഐ സ്റ്റേ വിത്ത് മോണ്ടു ഫോർ സം മന്ത്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ കുറച്ച് ദിവസം ഞാനും സുമനും ചേതൻദാസും വൈഫും മോണ്ടുവിൻ്റെ അടുത്ത് നിൽക്കും. ആൻഡ് വിത്ത് രാജു ഇൻ സോഹന ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ടൈം. ബാക്കിയുള്ള സമയമെല്ലാം രാജുവിൻ്റെ കൂടെ സോന വില്ലേജിലും താമസിക്കും. ഓൺ ദ വേ ടു ഡൽഹി ഫ്രം സോന വി ഗോ ത്രൂ ഗുരുഗ്രാം. ഞങ്ങൾ സോന വില്ലേജിൽ നിന്നും ഡൽഹിയിലേക്ക് വരുമ്പോൾ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് വരുന്നത്. സോ മെനി ഹൈ റൈസ് ബിൽഡിംഗ് ഹാവ് കം അപ്പ് ദെയർ. അവിടെ ഒരുപാട്
വലിയ വലിയ കെട്ടിടങ്ങൾ, ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. A few years ago, Raju renovated the toilet and the bathroom. Renovated means പുതുക്കി പണിയുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജു ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞു. ഹീ യൂസ്ഡ് കളേർഡ് ടൈൽസ് ഇൻ ദ ബാത്റൂം. ബാത്റൂമിലൊക്കെ നല്ല കളറുള്ള ടൈലാണ് ഉപയോഗിച്ചിരുന്നത്. ഇമാജിൻ സ്പെൻഡിങ് സോ മച്ച് മണി ഫോർ എ പ്ലേസ് ടു ഹാവ് എ ബാത്ത്. ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തിന് ഇത്രയധികം പൈസ ചിലവാക്കുന്ന ഒന്ന് ചിന്തിച്ച് നോക്കൂ. പഴയ ആൾക്കാർക്ക് അതൊക്കെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഐ ആം നൗ 70 years old. കണ്ടോ, എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. ഇൻ ഓൾ ദീസ് ഇയേഴ്സ് ഐ ഹാവ് സീൻ സോ മെനി ചേഞ്ചസ്. ഞാൻ എന്തുമാത്രം ചേഞ്ചസ് ഇതിനോടകം കണ്ടു. ഈവൻ ഇൻ മൈ ഓൺ ഹൗസ്, എൻ്റെ വീട്ടിൽ തന്നെ ഇതിന് മാത്രം ചേഞ്ചസ്. ഐ ഡോണ്ട് നോ വെയർ മൈ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ വാണ്ട് ടു ലിവ് ആൻഡ് ഹൗ ദെയർ ഹൗസ് വിൽ ബി. എനിക്ക് അറിയാനേ ചിന്തിക്കാനേ പറ്റുന്നില്ല എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ഏത് വീട്ടിലാണ് താമസിക്കുന്നത്, അവർ എങ്ങനത്തെ വീടുകളിലാണ് താമസിക്കുന്നതെന്നൊന്നും. ഐ വണ്ടർ വാട്ട് ഹൗസസ് ആർ ലൈക്ക് ഇൻ ദേരാഗാസിക്കാൻ ടുഡേ. ഇന്ന് ദേരാഗാസിക്കാനിലെ വീടുകൾ ഒക്കെ എങ്ങനെയായിരിക്കും, ഞങ്ങൾ താമസിക്കുന്ന പോലത്തെ ആയിരിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുക. ആയിരിക്കുമോ? അല്ലായിരിക്കും അല്ലേ? ആൻഡ് ഹൗ എബൌട്ട് ഓൾ മൈ ഫ്രണ്ട്സ്, വെയർ വിൽ ദേ ബി. അവിടെ അന്നുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയിരിക്കുന്നു ഇപ്പം ഒന്നും അറിയത്തില്ല. അവരുടെ വീടുകളൊക്കെ എങ്ങനെയാണെന്നും അറിയില്ല. വാട്ട് മെറ്റീരിയൽ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ മേക്കിംഗ് യുവർ ഹൗസ്. നിങ്ങളുടെ വീടുണ്ടാക്കാൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്? ബ്രിക്സ്, സിമെൻറ്റ്, അയൺ റോഡ്സ്, വുഡ് ആൻഡ് സാൻഡ്. സാൻഡ് മീൻസ് മണൽ, അയൺ റോഡ് കമ്പി. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ മെറ്റീരിയൽ ഫ്രം വിച്ച് യുവർ ഫ്രണ്ട്സ് ഹൗസ് ഈസ് മെയ്ഡ്. ഈസ് ദെയർ എനി ഡിഫറൻസ്? റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇത് തന്നെ ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇവിടെ എഴുതാം. വാട്ട് കൈൻഡ് ഓഫ് ഹൗസ് ഡു യു തിങ്ക് ചേതൻദാസ് ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ലിവ്. ചേതൻദാസിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ, കൊച്ചുമക്കൾ എങ്ങനത്തെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്? ദേ വിൽ ലിവ് ഇൻ ഫ്ലാറ്റ്സ്. അവർ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത്. വെയർ വുഡ് യു ലൈക്ക് ടു ലിവ് വെൻ യു ഗ്രോ അപ്പ്. നിങ്ങൾ വളരുമ്പോൾ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? വാട്ട് കൈൻഡ് ഓഫ് ഹൗസ് വുഡ് യു ലൈക്ക്. ഏത് വീടാണ് ഇഷ്ടം നിങ്ങൾക്ക്? വി വിൽ ലിവ് ഇൻ ഫ്ലാറ്റ്സ്. ഐ ലൈക്ക് ടു ലിവ് ഇൻ കോൺക്രീറ്റ് ബിൽഡിംഗ്. ഞങ്ങൾ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. യു ഹാഡ് റിട്ടൺ അബൌട്ട് ദ തിങ്സ് ദാറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ് ഹൗസ് വാസ് മെയ്ഡ് ഓഫ്. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഏതൊക്കെ വസ്തു കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ എന്തൊക്കെ സാധനം കൊണ്ടുണ്ടാക്കി വീട്ടിലാണ് താമസിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഹാവ് സം ഓഫ് ദീസ് മെറ്റീരിയൽസ് ബീൻ യൂസ്ഡ് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിൽ അതിൽ ഏതെങ്കിലും സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ? നെയിം ദം. ഉണ്ടെങ്കിൽ എഴുതാൻ നോക്കെ. എന്താണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? വുഡ് അല്ലേ? നെക്സ്റ്റ്, പീപ്പിൾ ആർ ഗിവൺ നെയിംസ് അക്കോർഡിംഗ് ടു ദ വർക്ക് ദേ ഡു. ആൾക്കാർ അവർ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഒരു പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് വുഡ് ഈസ് കോൾഡ് കാർപ്പൻറ്റർ. കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ തടിപ്പണിക്കാരനെയാണ് പറയുന്നത്. ഇൻ യുവർ പ്ലേസ് വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹു വർക്ക് വിത്ത് വുഡ്. വുഡ് കൊണ്ട് മരപ്പണിക്കാരനെ എന്തോ വിളിക്കുന്നത്? കാർപ്പൻറ്റർ എന്ന് തന്നെയാണ് അല്ലേ? ആശാരി. നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ദ ടേബിൾ. ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ. ഇവിടെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ വെച്ചിട്ട് അവർ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്ന് പറയണം. വാട്ട് ടൂൾസ് ആസ് ദേ ഷോൺ യൂസിങ് ദ പിക്ചർ, റൈറ്റ് ദം ഇൻ ദ ഗിവൺ ടേബിൾ. ഇനി അതുപോലെ ഇവരുടെ ജോലിക്ക് വേണ്ടി ഏതൊക്കെ ടൂൾസ്, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്? വർക്ക് നോക്കിയേ. വർക്ക് വിത്ത് വുഡ്, മരം കൊണ്ടുള്ള പണിക്കാരന് ചിസലും ഹാമറുമാണ് ഉപയോഗിക്കുന്നത്. ഉളിയും ചുറ്റികയും. കാർപ്പൻറ്റർ എന്നാണ് അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നത്. വർക്ക് വിത്ത് ബ്രിക്സ്, എന്താണ് ഇഷ്ടിക കൊണ്ട് ജോലി ചെയ്യുന്ന ആളിനെ നമ്മൾ മേസൺ എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്? ജോയിൻറ്ററും ചിസലുമാണ്. ഫിറ്റിംഗ് ഓഫ് പൈപ്പ് കൊണ്ടുള്ള പണി ചെയ്യുന്ന ആളിനെ നമ്മൾ പ്ലംബർ എന്ന് പറയുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന കട്ടറും പ്ലെയറുമാണ് അല്ലേ? ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ചെയ്യുന്ന ആൾ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നു. അദ്ദേഹം യൂസ് ചെയ്യുന്ന ടൂൾസ് വയറും സ്ക്രൂ ഡ്രൈവറുമാണ്. ഡു യു നോ ദ പീപ്പിൾ ഹു ഡു ദിസ് ടൈപ്പ് ഓഫ് വർക്ക്? ടോക്ക് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദിയർ വർക്ക്. ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ അറിയാമെങ്കിൽ അവരോട് സംസാരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഡിസ്കസ് ചെയ്യുക. വിത്ത് യുവർ ടീച്ചർ ഓർ സംവൺ ഫ്രം ഹോം ഗോ ടു എ പ്ലേസ് വെയർ എ ബിൽഡിംഗ് ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ്. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ടീച്ചറിനെ കൂട്ടി പോവുക. ടോക്ക് ടു ദ പീപ്പിൾ വർക്കിംഗ് ദെയർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ പറയുക. വാട്ട് ഈസ് ബീയിങ് ബിൽഡ് ദെയർ. അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്?
അവിടെ മേ ബി ദർ ഈസ് എ ഹൗസ് ഈസ് ബിൽഡിങ്, ഒരു വീടുണ്ടാക്കുമായിരിക്കും. ഹൗ മെനി പീപ്പിൾ ആർ വർക്കിംഗ് ദെയർ, എത്ര പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും? എബൌട്ട് 20 people. വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ആർ ദേ ഡൂയിങ്, അവർ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്? ദേ ആർ ഡൂയിങ് ബിൽഡിംഗ് വർക്ക്സ് അല്ലേ, ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഹൗ മെനി മെൻ ആൻഡ് വുമൺ ആർ ദെയർ, എത്ര പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്? മെൻ 15, വുമൺ 5. ഇതൊക്കെ കെട്ടിടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. ആർ എനി ചിൽഡ്രൻ വർക്കിംഗ് ദെയർ, വാട്ട് ആർ ദേ ഡൂയിങ്, അവിടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടോ? നോ. ചൈൽഡ് ലേബർ ഈസ് പ്രോഹിബിറ്റഡ്, ഒരിക്കലും കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്യിപ്പിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. ഹൗ മച്ച് മണി ഡു ദ പീപ്പിൾ ഗെറ്റ് പേ ഡെയിലി, ആസ്ക് ഫ്രം എനി 3 different പീപ്പിൾ. ആൾക്കാരോട് ചോദിക്കുക, നിങ്ങൾക്ക് ദിവസം എത്ര രൂപ കിട്ടുന്നതെന്ന്. ഏകദേശം 750 രൂപയൊക്കെ അവർക്ക് കിട്ടും കേട്ടോ. വേർ ഡു ദ പീപ്പിൾ ലിവ്, ആ ആൾക്കാർ എവിടെ താമസിക്കുന്നത്? ദേ ലിവ് നിയർ ബൈ പ്ലേസസ്, അതിനടുത്ത് എവിടെയെങ്കിലും സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് ബീങ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ബിൽഡിംഗ്, ബിൽഡിംഗ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? യെസ്, വുഡ്, ബ്രിക്ക്, സിമെൻറ്റ്, അയൺ റോഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ട്രൈ ആൻഡ് ഗസ് ഹൗ മെനി ട്രക്സ് ഓഫ് ബ്രിക്സ് ആൻഡ് ബാഗ്സ് ഓഫ് സിമെൻറ്റ് വിൽ ബി യൂസ്ഡ് ടു മേക്കിംഗ് ദ ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ എത്ര ട്രക്ക് ബ്രിക്സും എത്ര സിമെൻറ്റും ഒക്കെ വേണം? ഏകദേശം 10 ട്രക്കും ബ്രിക്സും അതുപോലെ ഒരു 50 sacks ബാഗ് ഓഫ് സിമെൻറ്റും വേണ്ടി വരും അല്ലേ. ഹൗ ഡു ദ മെറ്റീരിയൽസ് റീച്ച് എ ബിൽഡിംഗ് സൈറ്റ്? ബൈ ട്രാക്ക്, ഹാൻഡ് കാർട്ട്, എനി അതർ വെഹിക്കിൾ. എങ്ങനെയാണ് അവർ സാധനങ്ങളൊക്കെ സൈറ്റിൽ കൊണ്ടുവരുന്നത്, ആ സ്ഥലത്ത് കൊണ്ടുവരുന്നത്? ബൈ യൂസിങ് എ ട്രക്ക്. പിന്നെ നമുക്ക് പ്രൈസ് അറിയാനുണ്ട്. ഒരു ചാക്ക് സിമെൻറ്റ്, ഒരു ബ്രിക്ക്, ഒരു വണ്ടി, സാൻഡ്, ഇതിൻ്റെയൊക്കെ ഏകദേശവും ഇതൊക്കെയാണ്. ആണോന്ന് നിങ്ങൾ പാരൻസിനോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് എഴുതുക. ആസ്ക് എ ഫ്യൂ അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ദെയർ ആൻസേഴ്സ്. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് വല്ലതും വേണമെങ്കിൽ അവിടെ എഴുതി ചേർക്കാം. ഫ്രം വെയർ ദ ബ്രിങ് വാട്ടർ ഫോർ കൺസ്ട്രക്ഷൻ ഓർ ബ്രിക്സ്, അതായത് കൺസ്ട്രക്ഷന് വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്, അതുപോലെ എവിടെ നിന്നാണ് ബ്രിക്സ് കിട്ടുന്നത്. ഫ്രം വെയർ ദേ ബ്രിങ് വാട്ടർ ഫോർ കൺസ്ട്രക്ഷൻ, ഫ്രം വെയർ ദേ ബ്രിങ് ബ്രിക്സ് ഫോർ കൺസ്ട്രക്ഷൻ. ഓക്കെ. Over the 60 years, different materials are used to different times in Jayanth's house. List these in correct order. ഇവിടെ നമുക്ക് 4 വീടിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ആദ്യം ഏതാണ്, രണ്ടാമത് ഏതാണ്, മൂന്നാമത് ഏതാണ്, നാലാമത് ഏതാണ്? ഒന്നാമത്തേതിൽ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെയാണ്? സോയില്, ഹസ്ക്, കൗഡങ്, മഡ്, ഗണ്ണി ബാഗ്സ്, വുഡ് അല്ലേ. രണ്ടാമത്തേലോ അയണ്, സിമെൻറ്റ്, അൺബേക്ക്ഡ് ബ്രിക്സ്, അതൊക്കെയാണ് ഉപയോഗിച്ചത്. മൂന്നാമത്തേതിലോ ബേക്ക്ഡ് ബ്രിക്സ്, സിമെൻറ്റ്, ലിൻറ്റൽ, മാർബിൾ, പൈപ്പ്സ്, ഇതൊക്കെയാണ് മൂന്നാമത്തെ ജയന്തദാസിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചത്. നാലാമത്തേതോ കളേർഡ് ടൈൽസ് ഇൻ ബാത്റൂം, ബാത്റൂമിൽ കളേർഡ് ടൈൽസും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ നമുക്ക് ലെസൺ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.